ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുംഭഭരണി ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ഇത് ഗ്രൂപ്പിൽ വന്നതാണ് കേട്ടോ, ഞാൻ എടുത്ത് വെച്ചിരുന്നതല്ല. ഇത് കുംഭഭരണി ദിവസം കുത്തിയോട്ടം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുത്തിയോട്ട വീട്ടിൽ നടക്കുന്ന കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നാദസ്വരവും അതൊക്കെ ആണ് കേട്ടോ. ഇതിപ്പം വെളുപ്പിന് 4 മണി സമയത്തെന്തോ ആണ് ഇത് നടക്കുന്നത്. നമ്മൾ പോയിട്ടൊന്നുമില്ല. ഇത് അവരുടെ ഗ്രൂപ്പിൽ എടുത്തിട്ട വീഡിയോസിലാണ് ഞാനത് എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം എടുത്തതാണ്. അപ്പോൾ ഞാനും കാശിയും കാറും എല്ലാവരും ഒരുങ്ങി നിന്നിട്ടുണ്ട്. ചേട്ടനാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ബ്ലോക്കാണ് കേട്ടോ. ഇതുപോലെ കുത്തിയോട്ടങ്ങൾ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെന്തോ 6:30 സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പോലും നിറയെ വഴികളെല്ലാം കുത്തിയോട്ടം ഇറങ്ങിയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തോ ഊടുവഴിയൊക്കെ തപ്പി പിടിച്ച് കറക്റ്റായിട്ടോ നമ്മളങ്ങ് എത്തി. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് തുടങ്ങി കേട്ടോ, നമ്മുടെ കുത്തിയോട്ടത്തിൻ്റെ ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ തേരിന് കുറച്ച് ഇപ്പുറമായിട്ടാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. നമ്മൾ ചെന്നപ്പോൾ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ തേര് കാണിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. പക്ഷേ അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടുന്നില്ലായിരുന്നു. നമ്മുടെ അടുത്തുനിന്നൊരു കുത്തിയോട്ടം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഫസ്റ്റിലെ കയറി ഇറങ്ങി നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് തന്നെ നമ്മുടെ അടുത്തൊക്കെ ഉള്ളവർ തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെയും അധികം താമസിക്കാതെ തന്നെ കയറിയിട്ടുണ്ട്. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് കുത്തിയോട്ടങ്ങൾ വരികയും വലം വെക്കുക, അമ്പലത്തിന് ചുറ്റും വലം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് തിരക്ക് കണ്ടിട്ട് പാറു തിരക്കിനകത്തോട്ട് പോകുമ്പോൾ പാറുവിന് ഭയങ്കര പേടിയാണ്. തിരക്ക് വേണ്ട പോകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാറുവായിട്ട് ഞാനിങ്ങനെ മാറി നിന്നത്. അപ്പം കാശിയൊക്കെ അകത്ത് കയറിയപ്പോൾ അവനെ നോക്കി ഞങ്ങൾ കുറച്ച് സമയം ഒന്ന് ബുദ്ധിമുട്ടി കേട്ടോ, അവനെ കാണാണ്ട്. പക്ഷെ കറക്റ്റായിട്ട് അവർക്ക് ഒരു വഴിയെ കൂടെ തന്നെയാണ് അവരെ ഇറക്കി വിടുന്നുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് ഓർത്തില്ല എന്ന് വേണം പറയാൻ. ഞാൻ ഓർത്തില്ല എന്നല്ല, ഞാനൊന്ന് തൊഴാൻ വേണ്ടിയും ചന്ദനം ഇടാനൊക്കെ പോയ സമയത്ത് ഇവർ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോയും ഒക്കെ എടുത്തു. ആറ് വെറുതെ കയറി നിന്നപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവളെ അവിടെ നിർത്തിയാണ് കേട്ടോ. അപ്പം കുത്തിയോട്ട കൊച്ചുങ്ങളെ നേർച്ചയ്ക്ക് എടുത്ത പിള്ളേരെ അവിടെ ആ കുളത്തിലിറക്കി കുളിപ്പിക്കുന്ന അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയി നിന്നത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ചേട്ടൻ വിളിക്കാൻ വന്നു. കുറേ സമയം നിന്ന് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ വന്നത്. ഭയങ്കര ബ്ലോക്കിൽ പെട്ടുപോയി. അപ്പോൾ തിരിച്ച് വന്നു. ഞങ്ങൾ പിന്നെ ഹോട്ടലിൽ കയറി പൊറോട്ടയൊക്കെ വാങ്ങി, കൊഞ്ചൊക്കെ വാങ്ങി. ഉണക്ക കൊഞ്ചൊക്കെ ഈ സമയത്ത് തന്നെയാണ് വാങ്ങിയത്. നേരത്തെ ഞാൻ വാങ്ങിയൊന്നും വെച്ചില്ല കേട്ടോ. അപ്പോൾ പാറുവിന് പത്തിരി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പത്തിരിയും വാങ്ങിച്ച്, ഞങ്ങൾക്ക് പൊറോട്ടയും വാങ്ങിച്ച്. പാറുവിനുള്ള പത്തിരി പാറു തന്നെ ചുട്ടെടുത്ത്. ഞാൻ പറയാം എനിക്കൊന്നും ചെയ്യാൻ വയ്യ, വിശന്നിട്ട് മനുഷ്യൻ്റെ ഉപ്പാട് ഇളകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വഴിയിൽ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കൊഞ്ചുമാങ്ങയുടെ പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറും പോർക്ക് റോസ്റ്റും ഒക്കെ ഞാൻ നേരത്തെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരിപ്പും പപ്പടവും കൊഞ്ചുമാങ്ങയും മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. പച്ചക്കറിയല്ലേ, ഇത്രയും ദിവസങ്ങൾ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ പച്ചക്കറി ആരും ഇന്ന് കഴിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചക്കറി ഒന്നും ഞാൻ ഉണ്ടാക്കി. പിന്നെ സമയം ഒത്തിരി ആയതുകൊണ്ട് തന്നെ ഞാൻ മാങ്ങായും കൊഞ്ചും അരപ്പും ഇതെല്ലാം കൂടെ റെഡിയാക്കിയിട്ട് ഒരുമിച്ച് അങ്ങ് വേവിക്കാൻ വെക്കുകയാണ്. മറ്റേ സാധാരണ ഞാൻ ചെയ്യുന്നത് മാങ്ങായും ഉണക്ക കൊഞ്ചും കൂടെ ആദ്യം വറുത്തതൊക്കെ കഴുകി വെച്ച് വേവിച്ചിട്ട് പിന്നെയാണ് അരപ്പിടുന്നത്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ഒന്നും നിന്നില്ല. പിന്നെ ഇവിടുത്തെ മക്കൾമാർ രണ്ടുപേരും പൊറോട്ട പത്തിരിയൊക്കെ കഴിച്ച് അന്നേരം അവർ ഉറക്കമായിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസത്തെ അവർ ഉറക്കം ഇന്നാണ് ഉറങ്ങി തീർക്കാൻ പോകുന്നത്. അവർ മാത്രമല്ല കേട്ടോ, ഞങ്ങളെല്ലാവരും. അപ്പോൾ അങ്ങനെ മാങ്ങ ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ച് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ അമ്മയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ചിരട്ടയുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കളയും. പക്ഷെ ഞാൻ കളയുമ്പോൾ കുറച്ചൊക്കെ ഞാൻ പിച്ചി പറിച്ചെടുക്കും, കുറച്ചൊക്കെ ഇങ്ങനെ പോവും കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇങ്ങനെ ആക്കാൻ അറിഞ്ഞുകൂടാ. പണ്ട് ഞാൻ ഉണക്ക കൊഞ്ച് വറക്കാണ്ട് അയാളുടെ ചമ്മന്തി അരച്ച് കൊടുത്ത് അയാളുടെ അത് ഇപ്പോഴും പേടിയാണ് കേട്ടോ ഉണക്കക്കൊഞ്ച്. അതുകൊണ്ട് അയാളുടെ ഈ കൊഞ്ചും മാങ്ങയോ ഉണക്കക്കൊഞ്ച് ചമ്മന്തി ഒന്നും പിന്നെ തിന്നിട്ടില്ല ഇത്രയും വർഷം. 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അതൊന്നും എനിക്ക് പാചകത്തെ പറ്റി യാതൊരു പിടിയില്ലാതിരുന്ന സമയത്താണ്. 10 വർഷമല്ല കേട്ടോ, അതിൽ കൂടെ മുന്നെയാണ്. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ മീനൊക്കെ പറ്റിക്കാനൊക്കെ വെക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കുക. നമ്മുടെ മാങ്ങയും കുറച്ച് കൊച്ചുള്ളി ഇച്ചിരി ഏറെ ഇടുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് പൊളിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഇത്തിരി മാത്രമേ, അതുമല്ല നമ്മൾ ഇച്ചിരി കൊഞ്ചുമാങ്ങയെ വെക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഞാനും കാശിയാണ് ഇതിൻ്റെ ആളുകൾ. അച്ഛനും മോക്കും അങ്ങനെ ഇത് വലിയ ഇഷ്ടമാണ്. ആ ചേട്ടൻ ഉണക്ക കൊഞ്ച് കഴിക്കാറേ ഇല്ല, അത് പിന്നെ പേടിയാണ്. അതുകൊണ്ട് ഞാൻ പാറുവിന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ ഇടികളിലിട്ട് ചതയ്ക്കാനൊന്നും ഉള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് ഇച്ചിരി നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒരു കറക്ക് അത്രയും മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അതിലോട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കുക. മുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഉണ്ടമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം എരിയൊക്കെ വേണം ഇതിന്. കുംഭഭരണി ദിവസം കൊഞ്ചും മാങ്ങ ഇല്ലാണ്ടൊരു ഊണ് അത് നമുക്ക് ചിന്തിക്കാനേ ആവില്ല. അങ്ങനെ കുംഭഭരണി ദിവസം കൊഞ്ചും മാങ്ങയും പരിപ്പും പപ്പടവും പോർക്ക് റോസ്റ്റൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിച്ചിട്ട് സുഖനിദ്ര, ശുഭരാത്രി എങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.